12 കണ്ടെയ്നർ ഈ ക്രൈസിസിലും അത് നമ്മൾ 30,000 എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് 30,000 ദിർഹംസ് 2027 പ്ലാൻ ചെയ്തിട്ടുള്ളത് 100 കണ്ടെയ്നറാണ്. ഒരു ബിഗ് പ്ലാൻ ആണ്. അതുകൊണ്ടാണ് അത്രയും പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ എന്റെ മാക്സിമം എനിക്ക് ചെയ്തു തരിക എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനും കൂടി ആണ് ഒരു നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ എൻറോൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ അത് എങ്ങനെയാണ് ആമസോണിലേക്ക് കൊണ്ടുവരാം എന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടത് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും പ്രൈസും അതിനൊരു കൃത്യമായൊരു ട്രാക്കിംഗ് വേണം. എന്നാലാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുക പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള. അപ്പോൾ അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനു മുമ്പ് എന്നിലേക്ക് എങ്ങനെ എത്തിയത്, എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു, ഈ ഒരു കാര്യം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു. നമ്മൾ നേരിട്ട് ഒന്ന് സംസാരിച്ച കാര്യങ്ങളല്ലേ. ഒരുപാട് മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ എത്തിയിട്ടുള്ളത്. കാരണം കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഇതിനെ കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഒക്കെ വരുത്തി പിന്നെ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് അതൊരു വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഗ്രൗണ്ടിലെ ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും തിരിച്ച് നമ്മളെ ഇപ്പൊ നിലനിൽപ്പുണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. വീണ്ടും ഞാൻ ഓഫ്ലൈൻ ബിസിനസ് തന്നെ തിരിച്ചു വന്ന് അതിനെ ഒന്ന് സ്റ്റാൻഡ് ആക്കി എടുത്ത് ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ച് ഓൺലൈനിൽ തന്നെ തിരിച്ച് വരാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ബ്രാൻഡ് ചെയ്തിട്ട് ഓൺ പ്രോഡക്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് ഇന്നൊരു മനസ്സിലായി. കാരണം ലോക്കലി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അതിന് ആമസോണിൽ ലിസ്റ്റ് ചെയ്ത് അവരെ കമ്മീഷനും പിന്നെ അവരെ പാർസൽ സർവീസും കാര്യങ്ങളും പിന്നെ ആഡ് അതിനെല്ലാം കൂടെ നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. വൺ പ്രൊഡക്റ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രൈസ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുമല്ലോ അവിടെ. അങ്ങനെ ആ പ്രോഡക്റ്റ് കണ്ടെത്തിയതിന് ശേഷം ആണ് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. എനിക്കത് മാനേജ് ചെയ്യാൻ നല്ലൊരാൾ വേണം, എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്നുള്ളതാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. അതും പിന്നെ നമ്മളെ മലയാളി ആവുമ്പോൾ കുറേയും കൂടെ ബെറ്റർ ആണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പിന്നെ നിങ്ങളെ ഞാൻ കുറച്ചായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇങ്ങനെ കാര്യങ്ങൾ പോകണം എന്നുള്ളത് നന്നായി ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യം പിന്നെ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഞാനും പുറത്തുനിന്ന് വിലയിരുത്തിയതിനു ശേഷമാണ് രണ്ടാമത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നു, അവിടെ നിന്നും ഇതിനെ കുറിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം ഇവിടെ എനിക്ക് തോന്നുന്നു ഹോർലാൻഡ്സിലാന്ന് തോന്നുന്നുണ്ട് ഒരു 10-15 ദിവസത്തെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ നമ്മളെ ഈ ഓഫ്ലൈൻ വർക്കും ബിസിനസ്സും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ പക്ക പ്രൊഫഷണൽ ആയിട്ട് നല്ലൊരു പ്രൊഫഷണൽ ടീമിനെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഫൈനലി നിങ്ങളെ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ എന്റെ ഡാഷ്ബോർഡ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയാണ്. അത് ഏകദേശം ഇപ്പൊ നമ്മളെ അടുത്ത് ഒരു 20-25 SKU ഉണ്ട്. അത് കംപ്ലീറ്റ് ലിസ്റ്റിങ്ങും അതിനെ മോണിറ്റർ ചെയ്യലും അതിനെ മാക്സിമം ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ടാസ്ക്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. മേ ബി ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീണ്ടും ചൈനയിൽ പോവാണ്. ഇൻഷാ അല്ലാഹ് വേറെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ വരുന്നത്. അതിന് ഈ ഒരു 3 മാസം എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വേണം അടുത്ത പ്രോഡക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ. നമ്മൾ ചൂസ് ചെയ്ത പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ആ ഒരു ഏരിയ കവർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റിൽ അതിന്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്നല്ല, ഒറ്റ ഒരാള് ഇപ്പം ഒരു വീഡിയോ ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അയച്ചുതരാം. നമ്മുടെ ചാനലിൽ അത് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പൺ പബ്ലിക് ആയിരുന്നു. പക്ഷെ അത് അൺലിങ്ക് ആക്കി. കാരണം അത് ആ ഒരു ബ്രാൻഡൊക്കെ അതിനകത്ത് പറയുന്നതുകൊണ്ട് ഞാനത് അൺലിങ്ക് ആക്കി. അത് നമ്മൾ പറയാം. ഏകദേശം ആ ഒരു നിങ്ങൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിൽ ആ ഒരു ഏരിയയിൽ കണ്ടെയ്നറിൽ ആണ് ബിസിനസ് നടക്കുന്നത്. കണ്ടെയ്നേഴ്സ് ആണ് ബിസിനസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അതൊരു മാസം വെയർ ഹൗസിൽ ആമസോണിന്റെ വെയർ ഹൗസിൽ നിൽക്കുന്നില്ല. അപ്പോഴേക്ക് ആ പ്രൊഡക്റ്റ് കൈയാണ്. ഓക്കെ, അപ്പൊ അത്രയും വലിയ സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ് ആ ഇത് വരുന്നത്. അപ്പൊ അത് ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മൾ അത് ചെയ്യും. ആ ഒരു പ്രൊഫഷണൽ ലെവലിൽ തന്നെ നമുക്ക് അത് മീറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഏതൊരു പ്രൊഡക്റ്റും കാറ്റഗറിയും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അതിന്റെ ഒരു ട്രാക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ് തന്നിട്ടുള്ളത്. അതിനു മുമ്പ്
വളരെ സന്തോഷം എന്നെ സെലക്ട് ചെയ്തതിന്. കാരണം മാർക്കറ്റിൽ ഏറ്റവും ബിസിനസ് ഓണേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഇ കൊമേഴ്സ്. സാധ്യതകൾ അറിയാതെ പോകുന്ന ആളുകളുണ്ട്, സാധ്യതകൾ അറിഞ്ഞിട്ട് അതെ അതെ ഉപയോഗിച്ച് അതിന്റെ മാക്സിമം ലെവലിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളും ഉണ്ട്. പക്ഷെ അറിയുന്നവരും അറിഞ്ഞവരും അതിനെ ഏറ്റവും ടോപ്പിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സെയിലും മില്യൺസ് ബിസിനസ് ടേൺ ഓവർ ആ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് കവർ ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്, ഒരു റീറ്റെയിൽ ഷോപ്പും ഇല്ലാതെ. അതിന് ഒരൊറ്റ അതെ ഉദാഹരണം, നേരത്തെ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ സെലക്ട് ചെയ്ത കാറ്റഗറിയിൽ കംപ്ലീറ്റ് ബിസിനസ് നടത്തുന്ന ആൾക്കാരായിരുന്നു അത്. ഏകദേശം 20 വർഷം ആയി അവർ യിൽ ബിസിനസ് ചെയ്യുന്നു. നമുക്ക് അതിന്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. 20 വർഷമായിട്ട് അവർ യിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഓക്കെ കാറ്റഗറി ബിസിനസ് ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവര് പിന്നെ ഓൺലൈനിലോട്ട് മാറി. ഓൺലൈൻ ആളുകളാണ് അതിൽ മില്യൺസ് ബിസിനസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഏകദേശം ഈ ഒരു വാർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഏകദേശം ഒരു 12 കണ്ടെയ്നർ ഈ ക്രൈസിസിലും, അതും നമ്മൾ ഏകദേശം ഓരോ കണ്ടെയ്നറിനും 30,000 എക്സ്ട്രാ പേ ചെയ്തിട്ടാണ്, 30,000 ദിറംസ് അഡീഷണൽ പേ ചെയ്തിട്ടാണ് നമുക്ക് സാധനം ഇവിടെ എത്തിയത്. ഇപ്പൊ നമ്മൾ 2027 പ്ലാൻ ചെയ്തിട്ടുള്ളത് 100 കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പിന്നെ സംസാരിക്കാനാണ് ഇപ്പോൾ ചൈനയ്ക്ക് പോണത്. അതിന്റെ കൂടെ അഡീഷണൽ കുറച്ച് ഐറ്റം കൂടെ. അപ്പോൾ നല്ലൊരു ബിഗ് പ്ലാൻ ആണ്. അതുകൊണ്ടാണ് അത്രയും പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ അതിന്റെ മാക്സിമം എനിക്ക് ചെയ്തു തരിക എന്നുള്ളതാണ്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇതൊന്നും കണ്ട് അപ്പാവുന്ന അനുസരിച്ച് നമുക്ക് ഓക്കെ. ബാക്കി അതിനുള്ള മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കും. ഓരോ മന്ത്ലി മീറ്റിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് കഴിഞ്ഞ മാസം ഈ മാസം കാര്യങ്ങളൊക്കെ ആഡ്സും പ്രൊമോഷനും മറ്റേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ പ്ലാൻ ചെയ്യും. സ്ട്രാറ്റജിയാണ് ബിസിനസ്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ട് മുന്നോട്ട് പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു.